ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹൈലൈറ്റ് മോളിലാണ്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ കോഴിക്കോടിൽ ഈ സ്നോ ഫാൻറ്റസി ഉള്ള ഒരേ ഒരു സ്ഥലം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയായി അച്ഛൻ വന്നതുകൊണ്ട് നമ്മൾ സ്നോ ഫാൻറ്റസിയിൽ വന്നതാണ്. വന്നപാടെ വേദമോൾക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കും ചോക്ലേറ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാധനമൊക്കെ മേടിച്ച് വേദക്കുട്ടിക്ക് അത് അച്ഛൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് വന്നു കഴിഞ്ഞ് വിശന്നായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ഉറങ്ങി എണീറ്റ് വന്നതുകൊണ്ടാവാം വേഗം അവൾ അത് ഫുള്ള് കഴിച്ചു കേട്ടോ. ആദ്യം പിന്നെ അതൊന്നും കഴിക്കാൻ നിന്നില്ല. അവൻ ഇങ്ങനെ നടക്കുന്നുണ്ട്, അവന് കളിക്കാൻ പോകണം, അതാണ് അവൻ്റെ പ്രശ്നം. അങ്ങനെ നമ്മൾ ഇവിടെ കളിക്കുന്ന സ്ഥലത്തെത്തി. കണ്ടോ ഗൈസ്, ഇതാണ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പരിപാടി. കണ്ടോ, ചാട്ടം തന്നെ ചാട്ടം. എത്ര നേരം ചാടുന്നുള്ളത് ഇതില്ല. നമ്മൾ അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ പാക്കേജാണ് നമ്മൾ എടുത്തത്. ആദ്യമാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് കളിക്കാൻ വേണ്ടി കൊണ്ടുപോയി. വേദൻ്റെ കൂടെ ഞാൻ വരികയും ചെയ്ത്. അങ്ങനെ വേദമോള് ഇത് കണ്ടോ, ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇത് സ്പീഡാക്കിയതാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് സ്പീഡാക്കി, വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറയാൻ വേണ്ടി ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണ്. സ്പീഡാക്കിയിട്ടും അവൾ 1 മിനിറ്റൊന്നും അല്ല, അതിൽ കൂടുതലും അവളിങ്ങനെ ചാടുന്നുണ്ട്. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല ഗൈസ്. നമ്മളിപ്പോൾ ഒരു 10 ചാട്ടം ചാടുമ്പോഴേക്ക് നമ്മൾ ക്ഷീണിക്കും. കുട്ടികളുടെ എനർജി എങ്ങനെ ഈ ലെവൽ ഇങ്ങനെ പോട്ടെ. അപ്പോൾ നല്ല ചാട്ടമാണ്. കുറേ ഫ്രണ്ട്സുമാരുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും പറയാനുള്ള കുറേ ഫ്രണ്ട്സുമാരുണ്ട്. അപ്പം ഞാൻ ആരെയും നമ്മൾ ഇതുപോലെ മുമ്പൊക്കെ ഞാൻ ഇതുപോലത്തെ വീഡിയോ ഒക്കെ എടുത്ത സമയത്ത് വേറെ കുട്ടികൾ പെട്ടതുകൊണ്ട് എന്തൊക്കെയോ കോപ്പി റേറ്റ് വരുന്നുണ്ടായിരുന്നു. ഇനി ഇതിൽ വോയിസ് ഓവർ നമ്മുടെ അല്ലാതെ അതിൽ മ്യൂസിക്കിൻ്റെ ആണ് അങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ട് ഇന്ന് കുട്ടികളെ ഒന്നും കിട്ടാതെ ഞാൻ പരമാവധി ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ കുട്ടികളുടെ കാലും കൈയും അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിൽ. എന്നാലും സാരമില്ലല്ലോ നമുക്കങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേദമോളുടെ ഇനിയിങ്ങനെ ഈ എനർജി ആയിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഇനി പിന്നീട് കുറച്ചും കൂടിയൊക്കെ കഴിയുമ്പോൾ, അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് ഇല്ല ഇവിടെ കയറാൻ. അപ്പോൾ അത് കിട്ടുമോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കിട്ടിയ സമയത്ത് ഫുള്ളായിട്ട് എടുത്ത്. പിന്നെ അച്ഛൻ വരുമ്പോൾ എപ്പോഴെങ്കിലും പോകുന്നതാണ് നമ്മൾ. അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമല്ല. കാരണം ഇവിടെ എക്സ്പെൻസീവാണ്. നമുക്ക് എന്താ പറയുക, എപ്പോഴും വരാവുന്നതിലും നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ നമുക്ക് തീരെ കഴിയില്ല. അപ്പം ഇങ്ങനെ ചാടുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾക്ക് ഒരു വിഷയമല്ല. അവൾ അതൊക്കെ സിമ്പിളായിട്ട് എടുത്തിട്ട് പിന്നെയും കളിക്കുന്നുണ്ട്. മേ ബി അവിടെ വീഴുമ്പോൾ വേദന ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് അവൾ ചേക്കേറാൻ വേണ്ടി ഇങ്ങനെ വട്ടത്ത് തിരിയുക. എവിടെ പോകണം ഞാനിപ്പോൾ എവിടെ പോവാന്ന് അങ്ങനെ അവൾ അത് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാ ഗൈസ് കണ്ടുപിടിച്ച് ഇവിടേക്കാണ് ഇനിയിപ്പോൾ അടുത്ത് ചാടാൻ വേണ്ടി. എന്തോ ആലോചനയുണ്ട്. ആ ചേച്ചിമാർ എന്തൊക്കെയോ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. എന്താടാ ഇവിടെ നടക്കുന്നിപ്പോൾ. അങ്ങനെയാണ് ഇപ്പോൾ അവളുടെ ആലോചന. അത് ശരി, വേണ്ട, ഇത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് എണീറ്റ്. പിന്നെ അതാ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചാടാൻ നോക്കുന്നുണ്ട്. അതാ ചാടുമോ ഇല്ലയെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. അവൾക്ക് ചെറുതാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ കട്ട എടുത്തിട്ട് അവിടെ കളിക്കുക, ഇതാണ് മെയിൻ ഹോബി കേട്ടോ. ഇപ്പോൾ ഏട്ടന്മാർ ചാടുന്നുണ്ട്, അതാ ചാടി, ഓക്കെ ഞാനും ചാടുന്നു എന്ന് പറഞ്ഞിട്ട് അതാ ചാടിയിരിക്കുന്നു. പക്ഷെ ചാട്ടത്തിന് ഉഷാറൊന്നും പോരാ കേട്ടോ. ഞാൻ വിചാരിച്ച് നല്ല അടിപൊളി ചാട്ടമൊക്കെ ചാടുന്നൊക്കെയാണ്. പക്ഷെ വിചാരിച്ച ചാട്ടമൊന്നും അവൾ ചാടിയില്ല. മെല്ലെ അങ്ങ് ചാടിയുള്ളൂ. എന്നിട്ട് എന്തൊക്കെയോ തിരയുന്നുണ്ട്. ഇതിലിപ്പോൾ എന്താ ചെയ്യത് വെച്ചിട്ട് എന്നുള്ളതൊക്കെ ആലോചനയിലാണെന്ന് തോന്നുന്നു. അവൾക്കാണ്ട് ശരിയായിട്ടില്ല. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വന്നിട്ട് ചവിട്ടാനൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞപ്പോൾ ആ മോൻ പോയി. അങ്ങനെ ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഇതാ വേദക്കുട്ടീൻ്റെ ശ്രമം കയറാൻ പറ്റുമോ നോക്കാമല്ലോ. യെസ്, സാധിച്ചു. വേദക്കുട്ടി അങ്ങനെ മുകളിലേക്ക് വന്നിട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് അവിടെ. അപ്പോഴേക്ക് ഷോക്സ് ഇങ്ങനെ ലൂസാണ്. അപ്പോൾ അതിന് വലിച്ച് കയറ്റുന്നുണ്ട് ഷോക്സ് ലൂസായതുകൊണ്ട്. അപ്പോൾ അതിനിപ്പോൾ അടുത്ത എന്തൊക്കെയോ ചാട്ടം തന്നെ അടുത്തും ചാട്ടം തന്നെ. ചാട്ടത്തിനൊരു കുറവ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടതാണ്. എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറും. ഇവർക്ക് ഇവിടെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത്. നമ്മൾ സമയം കുറവായതുകൊണ്ട്, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 3:30 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് വേഗം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ ഷോപ്പിംഗ് മോളിൽ, ഇവിടെ അങ്ങനെ ലുലു മോളിൽ അല്ല, ഹൈലൈറ്റ് മോളിൽ മൊത്തം നമ്മളിതൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ താഴെ പോയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം, അത്ര തന്നെ. അതും കുറച്ച് സാധനങ്ങൾ. ഇവിടെയൊക്കെ ഭയങ്കര പൈസയാണ് കേട്ടോ, കാര്യം പറയാം. നമ്മൾക്ക് പൈസയാണ് കേട്ടോ, നമ്മൾ പാവങ്ങൾക്ക് കുറച്ച് പൈസയാണ്. പക്ഷേ നമ്മൾക്ക് പറ്റുന്നതും ഉണ്ട് കേട്ടോ, അങ്ങനെ മോശം പറയരുതല്ലോ. അപ്പോൾ അതാ കിടന്ന് ചാടുന്നു.
ഇവിടുന്ന് അങ്ങോട്ട് ചാടുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുന്നു, ചാട്ടമോ ചാട്ടം. ഇതിൽ വോയിസ് ഒന്നും ഇടാതെ എന്താ പറയുക, അതായത് വോയിസ് ഓവറൊന്നും കൊടുക്കാതെ മ്യൂസിക് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, സൗണ്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ പരമാവധി കാണാം കേട്ടോ. അതൊക്കെ നമ്മൾ ഫസ്റ്റ് പറയേണ്ടതാണ്. ഇത്ര നേരമൊക്കെ ആരെങ്കിലും ഈ വീഡിയോ കാണുമെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായി കാണണം കേട്ടോ. ആദ്യം നമ്മൾ അതാണല്ലേ പറയേണ്ടിയിരുന്നത്, ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണൂ ഗൈസ്, അങ്ങനെയാണ് പറയേണ്ടിയിരുന്നത് അല്ലേ. അപ്പോൾ കാണുന്നവരൊക്കെ കാണാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം, അത്ര തന്നെ. അതാ ഇപ്പോൾ ഇതിലായി കളി. ഇതിൽ പിന്നെ അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതാ പിന്നെ ഓടി ഓടി പോകുന്നുണ്ട്. അതാ എവിടേക്കാണ് ഓടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതാ പോകുന്നു. ചാടാൻ തന്നെ, വേറെ എവിടേക്ക് ചാട് തന്നെ. ഇതിൻ്റെ ഇടയിൽ ആദ്യം അച്ഛനും കൂടിയൊക്കെ വേറെ സ്ഥലത്ത് കളിക്കാനൊക്കെ പോയി. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം അരമണിക്കൂർ ഇവിടെ തന്നെ നമുക്ക് വേണമല്ലോ. പിന്നെ അവൾ ഇതിൽ തന്നെ വന്ന് ചാടി. എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല അറിയില്ല. വേദമോൾ ചാടിയിട്ട് എന്തൊക്കെയോ അവളതാ കിടന്ന് കാണിച്ച് ഇപ്രാവശ്യം അവൾക്ക് കയറി വരാൻ വലിയ പണിയാട്ടോ. അപ്പോൾ അമ്മ എന്നെ പിടിക്കുക, അമ്മ എന്നെ പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് കയറി വാ, നേരത്തെ കയറി വന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് കയറ്റുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അങ്ങനെ നമ്മുടെ അവിടുത്തെ കളി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. പക്ഷെ അച്ഛനും ഏട്ടനും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇത് കണ്ടത്. അപ്പോൾ ഇത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിയാണ്. ഓക്കെ, ഇത് നമ്മൾക്ക് പറ്റുന്ന പോലെ ഇത് ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, എന്തൊക്കെയോ ആവുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ പറയുന്നത്, നമ്മൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ചൊക്കെ നമ്മൾ ഇടാം. ഇതൊക്കെ തന്നെ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഏട്ടനെ കണ്ട് അങ്ങനെ നമ്മൾ കാട് കളിക്കാൻ തുടങ്ങി. ഓക്കെ, കാടിൽ വെച്ചിട്ട് കളിക്കാൻ തുടങ്ങി. അപ്പോൾ തവളച്ചിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ മേലേക്ക് വരുമ്പോൾ അതാ മടക്കി കൊടുത്ത് അപ്പോൾ കൊടുക്കലാണ് പണി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ താഴെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ ആളുകൾ നോക്കി നോക്ക്, ഹൈലൈറ്റ് മോളിൽ എല്ലാം നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം ഒന്ന് താഴേക്കൊക്കെ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മളിനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നുണ്ടാവുക നിങ്ങളൊന്ന് ഗസ് ചെയ്തോട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് പിന്നെ നമ്മുടെ ബാക്കി വരുന്നുണ്ട്, എന്നാലും പറയാം. ഇത് നമ്മൾ കുറച്ച് നേരം പാട്ടൊക്കെ ആസ്വദിച്ച് കളിയൊക്കെ കഴിഞ്ഞു. എന്താ വെച്ചാൽ ജനസാഗരം തന്നെ പറയാം. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ച് പോരാനാവുമ്പോഴാണ് ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ എത്ര നേരം ട്രാഫിക്കിൽ കുടുങ്ങുമെന്ന് ഞങ്ങൾ വിചാരിച്ചാണ്, ഒരുപാട് നേരം കുടുങ്ങുമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയത്. കാരണം ഇവിടേക്ക് ഹൈലൈറ്റ് മോളിലേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾ അരമണിക്കൂർ ഒരു 5 മിനിറ്റ് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നിരിക്കണം. അപ്പം നമ്മൾ അടുത്തത് ഫുഡ് കഴിക്കാനാണ് പോയത്. കണ്ടോ, ഫുഡ് കഴിക്കാൻ പോയ ഫസ്റ്റ് വന്ന പാടെ കേക്കും ചോക്ലേറ്റും കൂടിയാണ് കഴിച്ചത്. അടുത്തത് അവൾക്ക് ഐസ്ക്രീം വേണം പറഞ്ഞാൽ ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെ വേണമെന്ന് വാശിയൊക്കെ പിടിച്ച് ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ മേടിക്കും. പക്ഷേ അത് എടുത്ത് മെല്ലെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാൻ നോക്കുന്നു. പക്ഷേ അതിൽ കിട്ടുന്നൊന്നുമില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആദ്യം രണ്ടുപേരും കൂടെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മേടിച്ച സാധനമാണ് ഈ പാനിപൂരിയും ഫ്രഞ്ച് ഫ്രൈസും. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും പാനിപൂരിയും കഴിച്ച് അപ്പോൾ നമ്മൾ ഐസ്ക്രീം മേടിച്ചത് ആ സ്ഥലത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കാണിച്ചത്. ആ ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ച്. കുഴപ്പമില്ല. എനിക്ക് പൊതുവെ ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വല്ലാതെ കഴിച്ചില്ല കേട്ടോ. ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ പിസ്സ ഹട്ട്